മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. 19 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ടെക്സ്1 കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം. വാൽപ്പാറ മുഡീസിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ചാലക്കുടി നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ദേശീയപാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ടു. മാളയിൽ എയർടെൽ ഫൈബറിന് വേണ്ടിയെടുത്ത കാനയിൽ വീണ് ഹോട്ടൽ ജീവനക്കാരന് പരിക്ക്. നട്ടെല്ലിന് പരിക്കേറ്റ ഹോട്ടൽ ജീവനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മേരിമാത 2 എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. കൊല്ലം കാവനാട് സ്വദേശി പ്രിൻസ് നിവാസിൽ ഹെറിൻ പൈസന്റെ ഉടമസ്ഥയിലുള്ള ബോട്ടിലെ 10 മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, ER ഷിനിൽകുമാർ, റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, അജിത് കുമാർ, ബോട്ട് സ്ട്രാങ്ക് റഷീദ്, എഞ്ചിൻ ഡ്രൈവർ റാഫി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രൊപ്പല്ലറിൽ വല ചുറ്റി കടലിൽ കുടുങ്ങിയ ബോട്ടിലെ 9 മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും വെള്ളിയാഴ്ച മത്സ്യബന്ധനത്തിന് പോയ അൽഫത്ത് എന്ന ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ വല ചുറ്റിയാണ് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. മാന്നാമംഗലം കട്ടിങ്ങിൽ ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. പുത്തൂർ കൈനൂർ സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥയിലുള്ള ടെക്സ്1 ടയർ കമ്പനിയിലാണ് വെളുപ്പിന് 4:30 അഗ്നിബാധയുണ്ടായത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് 1.5 മണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ടയർ കമ്പനിയിലെ പിൻവശത്തെ ചുവർ പൊളിച്ചാണ് അഗ്നിശമന സേനാംഗങ്ങൾ അകത്ത് കടന്നത്. കമ്പനിക്കകത്തുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടർ അഗ്നിശമന സേന സുരക്ഷിതമായി പുറത്തേക്ക് മാറ്റി. ടയറിന്റെ റീസോളിംഗ് ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിവരെ പ്രവർത്തിച്ചിരുന്നു. അഗ്നിബാധയുണ്ടായ സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ നൽകിയ വിവരത്തെ തുടർന്നാണ് ഉടമ വിവരമറിഞ്ഞത്. തൃശൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ അനിൽകുമാർ, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വാൽപ്പാറ മുഡീസ് ബസാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. സമീപത്തെ ചെക്ക് പോസ്റ്റിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് കാട്ടാനകളെ തുരത്തിയത്. ഇടവേളയ്ക്ക് ശേഷമാണ് വാൽപ്പാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത്. കണ്ണൻ, മണിവർണ്ണൻ എന്നിവരുടെ പലചരക്ക് കടകളാണ് കാട്ടാന തകർത്തത്. 13ഓളം കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. 1.5 മാസം മുൻപ് മേഖലയിൽ കാട്ടാന ഇറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി നിരവധി വാഴകളും തെങ്ങുകളും നശിപ്പിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസമായി ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. കാട് കയറിപ്പോയ കബാലി 2 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത്. ഷോളയാർ പവർ ഹൌസിനും വാൽ ഹൌസിനും ഇടയിലാണ് ഒറ്റയാന്റെ വഴിതടയൽ. കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. റോഡരികിൽ നിന്ന് പനമറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി റോഡിലേക്കിറങ്ങിയ കാട്ടാനയ്ക്ക് മുമ്പിൽ ചെറുവാഹനങ്ങളും KSRTCയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത്. ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോകുകയായിരുന്നു. വീണ്ടും 1 മണിക്കൂറോളം വഴി തടഞ്ഞ് റോഡിൽ നിന്ന് കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കബാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനം വകുപ്പും ആശങ്കയിലാണ്. TC വിനോസ്, തൃശൂർ. ദേശീയപാത ചാലക്കുടിയിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. രാവിലെ 6 മണിക്ക് ആരംഭിച്ച ഗതാഗതക്കുരുക്ക് 1 മണിക്കൂറോളം നീണ്ടുനിന്നു. സർവീസ് റോഡിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന സൗത്ത് ജംഗ്ഷന്റെ മേൽപ്പാലം ഭാഗത്താണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടത്. ഇതേ തുടർന്ന് സൗത്ത് ജംഗ്ഷൻ, മെയിൻ റോഡ്, ട്രങ്ക് റോഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലും വാഹനക്കുരുക്ക് രൂക്ഷമായി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാരെ ഗതാഗതക്കുരുക്ക് ഏറെ ബാധിച്ചു. മുരിങ്ങൂർ അടിപ്പാതയുടെ സമീപം കന്നുകാലികളെ കയറ്റിപ്പോയിരുന്ന ലോറി തകരാറിലായി കിടന്നതും ഗതാഗതക്കുരുക്കിന് ഇടയാക്കി. ഒരാഴ്ചയായി നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്.
മാളയിൽ എയർടെൽ ഫൈബറിന് വേണ്ടിയെടുത്ത കാനയിൽ വീണ് ഹോട്ടൽ ജീവനക്കാരന് പരിക്ക്. അമീറാസ് ഹോട്ടലിലെ ജീവനക്കാരനായ നൌഫൽ മണ്ണാന്തരയുടെ കാലിനാണ് പരിക്കേറ്റത്. എയർടെൽ ഫൈബർ ഇടുന്നതിന് നിർമ്മിച്ച കാന ശരിയായ രീതിയിൽ മൂടിയിരുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ജലനിധിയുടെ പൈപ്പ് ലൈൻ തകരാറിലാകുകയും ചെയ്തിരുന്നു. ജലനിധിയുടെ പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെ ഒഴുകുകയും വാഹനങ്ങൾ കാനയിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. കോഴിക്കട സ്റ്റാർ നഗറിന് പടിഞ്ഞാറ് അവണിപ്പള്ളി വീട്ടിൽ 76 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഓട്ടോറിക്ഷ ഡ്രൈവർ ബ്രിജേഷ്, യാത്രക്കാരൻ സുജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പെരുമ്പിലാവ് അക്കിക്കാവിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. അക്കിക്കാവ് സ്വദേശികളായ തറയിൽ വീട്ടിൽ ഷെരീഫ്, നെന്നമ്പുള്ളി വീട്ടിൽ മുഹമ്മദ് ഷാഫി, മുഹമ്മദ് സുഹൈൽ, കരിക്കാട് സ്വദേശി നെന്നമ്പുള്ളി വീട്ടിൽ മുസ്തഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പെരുമ്പിലാവ് ഭാഗത്തേക്ക് വന്നിരുന്ന കാറും തിപ്പലശ്ശേരി ഭാഗത്തേക്ക് പോയിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം ബസ്സിൽ കയറുന്നതിനിടെ വീണ് ബസിന്റെ ചക്രം കാലിൽ കയറി യുവാവിന് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശി ഒട്ടുപാറയ്ക്കൽ വീട്ടിൽ മുൻസിൽ റഹ്മാനെ ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ കയറുന്നതിനിടെ കാല് മടങ്ങി വീണാണ് അപകടം സംഭവിച്ചത്. ശ്രീനാരായണപുരത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായി. മേഖലയിലെ കാർഷിക വിളകൾ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും കാട്ടുപന്നികളുടെ ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി നടപടിയെടുത്തതായി പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശത്ത് പ്രളയത്തിന് ശേഷം കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് വരുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു തീരുമാനവുമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. മാള പുത്തഞ്ചിറ വില്യമംഗലം പാടശേഖരത്തിൽ ആറ്റക്കിളികളെ കൊണ്ട് പൊറുതിമുട്ടി കർഷകർ. ആറ്റക്കിളികൾ ചേക്കേറിയത് മൂലം വൻ നഷ്ടമാണ് കർഷകർക്കുണ്ടാകുന്നത്. കതിരിൽ വന്ന് ഇരുന്ന് പാലൂറ്റി കുടിക്കുന്നത് മൂലം കൃഷിക്കാർക്ക് പതിരാണ് കൂടുതലും കിട്ടുന്നത്. കൃഷിക്കാർ പാട്ടകൂട്ടിയും പടക്കം പൊട്ടിച്ചും ഇവയെ തുരത്തിയാലും വീണ്ടും വരുന്ന അവസ്ഥയാണ്. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കെതിരെ ചലച്ചിത്ര സംവിധായകൻ കമൽ നടത്തിയ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന പിൻവലിക്കണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ നടന്ന വർണ്ണക്കുട സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭയമാണെന്ന പ്രസ്താവന നടത്തിയ കമൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. പ്രസ്താവന പിൻവലിച്ച് കമൽ മാപ്പ് പറയണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. കടവല്ലൂർ കോട്ടോൽക്കുന്നിൽ നിന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാനെത്തിയ ടോറസ് ലോറി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. അമിത ലോഡ് കയറ്റിപ്പോകുന്നുവെന്നാരോപിച്ചാണ് വാഹനം തടഞ്ഞത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനം കസ്റ്റഡിയിലെടുത്തു. അമിത ഭാരവുമായി രാത്രികാലങ്ങളിൽ പോകുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു. സൈമൺ ബ്രിട്ടോ സ്മാരക സമിതിയും KA മാധവൻ സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൈമൺ ബ്രിട്ടോ അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. തെക്കേ അഞ്ചേരിയിൽ നടന്ന ചടങ്ങ് സൈമൺ ബ്രിട്ടോയുടെ സഹധർമ്മിണി സീന ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. സ്മാരക സമിതി ചെയർമാൻ ചെറിയാൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. സമഗ്ര സംഭാവനയ്ക്കുള്ള സൈമൺ ബ്രിട്ടോ പുരസ്കാരം ഡോക്ടർ ഭാനുമതിക്ക് സമ്മാനിച്ചു. ഡോക്ടർ പ്രവീൺലാൽ മുഖ്യപ്രഭാഷണം നടത്തി. കറകളഞ്ഞ ഭക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ 93-ാം വയസ്സിലും കാൽനടയായി ശബരിമല ദർശനത്തിന് പോകുകയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ശങ്കരൻ നായർ. തുടർച്ചയായ 57-ാം വർഷമാണ് ശങ്കരൻ നായർ കാൽനടയായി മകരവിളക്ക് തൊഴാൻ ശബരിമലയിലേക്ക് പോകുന്നത്.
ഈ മാസം 26-ന് കൊഴിഞ്ഞാമ്പാറയിലെ കരുവാപ്പാറ ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമല തീർത്ഥാടനത്തിനിറങ്ങിയ ശങ്കരൻ നായർ തിങ്കളാഴ്ച രാവിലെ കൊടകരയിലെത്തി. ദിവസവും 30 കിലോമീറ്ററോളം നടക്കും. രാത്രിയിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രങ്ങളിലാണ് അന്തിയുറക്കം. 57ാമത്തെ പദയാത്രയായിട്ടാണ് പോകുന്നത്. എല്ലാവരും ചോദിക്കുമ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ചോറ്റാനിക്കര അമ്മയും അമ്മയുടെ ഭൂതഗണങ്ങളും ചോറ്റാനിക്കര അമ്മയുടെ മകനായിട്ട് വിലസുന്ന ശ്രീ അയ്യപ്പസ്വാമിയും ആ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങൾ, അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന മറ്റു ദേവതകളും, അങ്ങനെ കുറെ പേര് എൻ്റെ കൂടെയുണ്ട്. തുടർച്ചയായി നിരവധി വർഷങ്ങൾ ശബരിമല ദർശനം നടത്തിയതിലൂടെ ഗുരുസ്വാമിയായി മാറിയ ശങ്കരൻ നായർ ഏകദേശം 12,000 പേരെ ഇതിനകം ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. 37 വയസ്സിലാണ് ആദ്യമായി ശബരിമല ചവിട്ടിയത്. പിന്നീട് ഇതുവരെ ശബരിമല ദർശനം മുടക്കിയിട്ടില്ല. ശങ്കരൻ നായർ ഗുരുസ്വാമിയായി ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുള്ള ആയിരക്കണക്കിന് ശിഷ്യർ ജനുവരി 1-ന് പെരുമ്പാവൂരിൽ നടക്കുന്ന വിളക്കാഘോഷത്തിന് ഒത്തുചേരും. തുടർന്ന് ഒരുമിച്ചാണ് യാത്ര. എരുമേലി പേട്ടത്തുള്ളലിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ശങ്കരൻ നായർ ജനുവരി 10-ന് ആലങ്ങാട് സംഘത്തിലെ അംഗമായി പേട്ടത്തുള്ളും. 18 വർഷം മുടങ്ങാതെ ശബരിമല ചവിട്ടുന്ന അയ്യപ്പന്മാർക്ക് മാത്രം കൊണ്ടു നടക്കാൻ അവകാശമുള്ള മുദ്ര ചൂരലുമായാണ് ശങ്കരൻ നായരുടെ മലയാത്ര. ചേലക്കര മുഖാരിക്കുന്നിൽ ജനിച്ചു വളർന്ന ശങ്കരൻ നായർ മുംബൈയിലെ ജിൻഡാൽ അലുമിനിയം കമ്പനിയിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തസ്തികയിൽ നിന്ന് വിരമിച്ചയാളാണ്. വിരമിച്ച ശേഷം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സ്ഥിരതാമസം. ഭാര്യ പത്മ മുംബൈയിൽ കസ്റ്റംസ് ഓഫീസറായ മകൻ കൃഷ്ണപ്രസാദിനൊപ്പമാണ്. എനിക്ക് 93 വയസ്സായി. ഇതുവരെയ്ക്കും ആരോഗ്യപരമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഏതാണ്ട് 30 കിലോമീറ്ററാണ് നടക്കുന്നത് ആവറേജ്. ചിലപ്പോൾ കുറച്ച് കൂടും, ചിലപ്പോൾ ഇത്തിരി കുറയും, സന്ദർഭാനുസരണം. ചിട്ടയായ ജീവിതവും മിതമായ ഭക്ഷണവുമാണ് തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ശങ്കരൻ നായർ പറയുന്നു. ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം കാൽനടയായി ശബരിമല യാത്ര തുടരണമെന്നാണ് ഈ അയ്യപ്പ ഭക്തന്റെ ആഗ്രഹം. ശബരിമലയ്ക്ക് പദയാത്രയായിട്ട് പോകാൻ പറ്റുമോ? അത്രയും വർഷം ഗന്ധപതികനായിട്ടായാലും മറ്റുള്ളവർ കൂടെ ഉണ്ടായാലും നടക്കാനാണ് ഉദ്ദേശം. TCV ന്യൂസ്, കൊടകര. പാവറട്ടി പഞ്ചായത്തിലെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. സംരക്ഷിത വനമേഖലയായി പ്രഖ്യാപിച്ച് കണ്ടൽക്കാടുകൾ നശിപ്പിക്കാൻ പാടില്ലെന്നും കളക്ടറുടെ നേതൃത്വത്തിൽ വനം, റവന്യൂ, പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി മേൽനോട്ട സമിതി രൂപീകരിച്ച് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിധിൻ ജംദാർ, ജസ്റ്റിസ് S. മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ജനുവരി 25-ന് കേസ് വീണ്ടും പരിഗണിക്കും. സംരക്ഷിത വനമേഖലയിലെ കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടും ഭൂമി കയ്യേറിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് കാണിച്ച് വൺ എർത്ത് വൺ ലൈഫ് എന്ന സന്നദ്ധ സംഘടനയുടെ ലീഗൽ ഡയറക്ടർ ടോണി തോമസാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചാലക്കുടി പോട്ട കവല സർവീസ് റോഡ് വീതി കുറച്ച് ടാർ ചെയ്യുവാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. നേരത്തെ നിശ്ചയിച്ചിരുന്ന 7 മീറ്റർ വീതിയെന്ന ധാരണ ലംഘിച്ചതിനെ തുടർന്നാണ് നഗരസഭാ കൌൺസിലർ വത്സൻ ചമ്പക്കരുടെ നേതൃത്വത്തിൽ ടാറിംഗ് തടഞ്ഞത്. നിലവിലെ റോഡിന് 3 മീറ്ററാണ് വീതി. ഇത് 5 ടാറിംഗ് നടത്തുവാനായിരുന്നു നീക്കം. നേരത്തെ 5.5 മീറ്റർ റോഡിൽ ഒഴിച്ചിട്ട് കാന നിർമ്മിക്കുവാനുള്ള നീക്കം 3 മാസം മുൻപ് നാട്ടുകാർ തടഞ്ഞിരുന്നു. പിന്നീട് നടന്ന ചർച്ചകളെ തുടർന്ന് വീതി 7 മീറ്ററാക്കി കാന നിർമ്മിച്ചു. ടാറിംഗ് പണികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബെഡ് മിക്സ് ഇടുന്നതിനായി റോഡ് കുഴിക്കുന്നത്. വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഷാജു മേലേപ്പുറം, നന്മ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾസൺ മേലേപ്പുറം, വിൽസരാജ്, വില്യംസ് തുടങ്ങിയവരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം കുടുംബ കൂട്ടായ്മ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതി കൺവീനർ സേവിയർ അറക്കൽ അധ്യക്ഷത വഹിച്ചു. നവവൈദികൻ ഫാദർ ബ്രിൽവിൻ ഒലക്കേങ്കലിന് സ്വീകരണം നൽകി. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി പിയൂസ് പുലിക്കോട്ടിൽ, ജോബി ഡേവിഡ്, CV സേവ്യർ എന്നിവർ സംസാരിച്ചു.
വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ചർച്ചയിൽ നിന്ന് ഗ്രാമസഭകളിൽ അവതരിപ്പിക്കും. ഗ്രാമസഭകൾ അംഗീകരിക്കുന്ന പദ്ധതികളാണ് കരട് രേഖയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുക. യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ജെ ജ്യോതിസ്, പി സി കുഞ്ഞൻ, അഖില മുകേഷ്, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് എന്നിവർ സംസാരിച്ചു. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി 4 മുതൽ ഫെബ്രുവരി 10 വരെ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന 6ാം കേരള വിമൻസ് ലീഗ് മത്സരത്തിൽ ചാലക്കുടിയിലെ സിറ്റി ക്ലബ് മത്സരത്തിനിറങ്ങുന്നു. ചാലക്കുടിയിൽ നിന്നും ആദ്യമായാണ് ഒരു ക്ലബ് കേരളത്തിലെ 1ാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത്. കേരളത്തിലെ 6 ടീമുകൾ അണിനിരക്കുന്ന വനിതാ ലീഗിൽ ഓരോ ടീമിനും 10 മത്സരങ്ങൾ വീതമുണ്ടാകും. ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിംഗ് ഇവന്റ് ജനുവരി 2 വ്യാഴാഴ്ച വൈകിട്ട് 5:30 SH കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ PR മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, SH കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C ഐറിൻ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സിറ്റി ക്ലബ് സെക്രട്ടറി CV ഫ്രാൻസിസ്, ISV ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ അജിത് ടോമി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 വരെ പുത്തുപ്പറമ്പ് മൈതാനിയിലാണ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ അംബേദ്കർ അവാർഡ് ജേതാവ് ഷാജു വാലപ്പനെ ചടങ്ങിൽ ആദരിക്കും. പ്രസിഡന്റ് യൂജിൻ ജോസഫ്, സെക്രട്ടറി ദിലീപ് ചീരോത്തി, ട്രഷറർ ജോൺ പോൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൊളോസ്റ്റമി രോഗികൾക്കായുള്ള ശില്പശാല നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, സജിത രാജീവൻ, പോൾസൺ തെക്കുംപിടിക തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് BJP മെമ്പർമാർ പ്രസിഡന്റിന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. MB ധനീഷ്, അഭിലാഷ് കടങ്ങോട് എന്നിവരാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകി നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ പട്ടികജാതി സംവരണ വാർഡായ 8ാം വാർഡിലേക്ക് 3 ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ ഭരണപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലേക്ക് 32 ലക്ഷം രൂപ വരെ നൽകിയിട്ടുണ്ട്. വികസന കാര്യങ്ങളിൽ പട്ടികജാതി സംവരണ വാർഡിനെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും തൊഴിലുറപ്പ് പദ്ധതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഉദ്യോഗസ്ഥരും വ്യാപകമായി കൃത്രിമവും ക്രമക്കേടും നടത്തുന്നുണ്ടെന്നും BJP മെമ്പർമാർ ആരോപിച്ചു. കേന്ദ്ര പദ്ധതികളെ അവഗണിക്കുക, അതിനപ്പുറത്ത് പ്രതിപക്ഷ മെമ്പർമാർക്ക് അത്തരം പദ്ധതികൾ കൊടുക്കാതിരിക്കുക, ഇത് തെറ്റായ രീതിയാണ്. ആ നാട്ടിലെ ജനങ്ങൾക്കും സ്വൈര്യ ജീവിതം വേണം, അവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അവർക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കണം, അവരുടെ പ്രദേശത്തെ കുളങ്ങൾ റെഡിയാക്കണം, കാനകൾ റെഡിയാക്കണം. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് വാർഡുകളിൽ നിന്ന് ഈ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു വർഷം കൊടുക്കുന്നുണ്ട്, ഇത്രയധികം പദ്ധതികളുടെ ലിസ്റ്റുകൾ, പേരുകൾ കൊടുക്കുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് ചില വാർഡുകളിലേക്ക് മാത്രം ചില പദ്ധതികൾ കൊടുക്കുക, അതിനപ്പുറത്ത് കേന്ദ്ര പദ്ധതികളെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായ സമരങ്ങളായിട്ട് മുന്നോട്ട് വരാൻ കാരണം ഇനി ഒരു വർഷമേ ഉള്ളൂ. ഇതിനിടയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഇതിന്റെ മുകളിലിരിക്കുന്ന MLA MP ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പരിഹാരം കാണണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെ വഞ്ചിക്കുന്ന CPIM ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും നയത്തിനെതിരെ ജനകീയ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് BJP മെമ്പർമാർ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്തിൽ BJP മെമ്പർമാർ നടത്തിയ പ്രതിഷേധ സമരം അടിസ്ഥാനരഹിതവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലം ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗ്രാമസഭകളിൽ നേരിട്ട് വാങ്ങിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം ആവശ്യമായ ഫണ്ട് പദ്ധതികളിൽ ഉൾപ്പെടുത്താറുണ്ട്. പദ്ധതികൾ എല്ലാ വാർഡുകളിലേക്കും ഒരുപോലെയാണ് നൽകാറുള്ളത്. ഇത് സംബന്ധിച്ച വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഭരണകക്ഷി മെമ്പർമാർ പറഞ്ഞു. ഗ്രാമസഭകളിലെ നിർദ്ദേശങ്ങൾ വാങ്ങിക്കൊണ്ടാണ് ഓരോ പദ്ധതികളും തയ്യാറാക്കുന്നത്. എല്ലാ വാർഡുകളിലേക്കും ആവശ്യമായ ഫണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പറയുന്ന 8ാം വാർഡ് മെമ്പറുടെ വാർഡിൽ 35 ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന കുടിവെള്ള പദ്ധതിക്കാണ് പഞ്ചായത്ത് ഫണ്ട്, വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് പ്രതിപക്ഷ വാർഡുകളിലെല്ലാം തന്നെ ഒരേ അളവിലുള്ള ഫണ്ടുകൾ തന്നെയാണ് പദ്ധതികൾ തയ്യാറാക്കി കൊടുക്കാറും പണിയാറുള്ളത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടുള്ള സമരം. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് പറയാനുള്ളത്.
ഗുരുവായൂർ നഗരസഭയും വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു. നഗരസഭ വായനശാല ഹാളിൽ നടന്ന സംരംഭക സഭ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ അജിത അജിത്, ദിവ്യ സജി, വ്യവസായ വികസന ഓഫീസർ VC ബിന്നിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ബുധനാഴ്ച കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ നൈറ്റ് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ നേതൃത്വം നൽകും. ജയ് ഭീം നൈറ്റ് മാർച്ച് സംസ്ഥാന സെക്രട്ടറി പ്രേമജി പിഷാരടി ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട്, ജില്ലാ സെക്രട്ടറി TV ശിവശങ്കരൻ, പ്രോഗ്രാം കൺവീനർ നവാസ് എടവിലങ്ങ്, മീഡിയ കൺവീനർ BM ഫൈസൽ എന്നിവർ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച കാട്ടുപറമ്പിൽ ക്ഷേത്രം പാണാടിപ്പറമ്പ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയ്യൂബ്, വാർഡ് മെമ്പർ സെറീന സഗീർ, പനങ്ങാട്ട് ഗോപി, RV ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ആളുകളുടെ നല്ലപോലെയുള്ള ഇടപെടലുണ്ടായിരുന്നു. അതിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമുക്കിവിടെയെങ്കിൽ പഞ്ചായത്താണെങ്കിൽ കേരള സ്റ്റേറ്റ് വീട്ടുവ മഹാസഭ സംഘടനയുടെ തൃശൂർ താലൂക്ക് സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ചേറ്റുപുഴ സരസ്വതി വിലാസം LP സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇൻചാർജ് NV രമേഷ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സജീവ് കുമാർ, സഭാ നേതാക്കളായ PG ചക്കപ്പൻ കുട്ടി, AC ശ്രീധരൻ, ഷൈസൻ മുണ്ടപ്പള്ളി എന്നിവർ സംസാരിച്ചു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം മുളങ്ങുന്നത്തുകാവ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും ശില്പശാലയും കിലയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ VA വർഗീസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുകുമാരൻ വൈദ്യർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി NR ചന്ദ്രൻ, ഭാരവാഹികളായ ഗോവിന്ദൻകുട്ടി മേനോൻ, PR ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിമ്പ്രം തീരോത്സവത്തിന്റെ ഭാഗമായി ആദരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ബിജു പുളിക്കൽ, ജോഷി കോഴിപ്പറമ്പിൽ, വിനോദ് നെടിയിരിപ്പിൽ, ഷിബു നെടിയിരിപ്പിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇന്ത്യൻ പോപ്പ് ഗായിക ആര്യ ദയാൽ അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് സർവകക്ഷി അനുസ്മരണ യോഗം ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി K അജിത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPM ഏരിയ സെക്രട്ടറി ഡോക്ടർ ബാഹുലയൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് നിത്യ സാഗർ, DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി PN വൈശാഖ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 1-ന് ഗുരുവായൂരിൽ സ്ഥാപക നേതാവ് AC ആനന്ദൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ രാവിലെ 10 മണിക്ക് കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ KR സൂരജ്, MA അബ്ദുൾ റസാഖ്, ശാലിനി രാമകൃഷ്ണൻ, സുലേഖ ജമാൽ, AS താജുദ്ദീൻ, ബാഹുലയൻ പള്ളിക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയുടെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ക്ഷീര കർഷകർക്ക് പശുക്കളും ധാതുലവണ മിശ്രിതവും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, ബുഷ്ര ലത്തീഫ് എന്നിവർ പങ്കെടുത്തു.
ധ്രുവ മ്യൂസിക്കിന്റെ അവാർഡ് സെലിബ്രേഷൻ MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഷോർട്ട് ഫിലിം ബെസ്റ്റ് അവാർഡ് ലഭിച്ച ശ്രുതം ബെസ്റ്റ് മ്യൂസിക് ആൽബം തെരഞ്ഞെടുത്തു. പുലരിപ്പൂ പെണ്ണ് എന്നിവയ്ക്കുള്ള പുരസ്കാരം ഷാജി അന്നഗര, രാമചന്ദ്രൻ പള്ളിയിൽ എന്നിവർക്ക് MLA സമ്മാനിച്ചു. സർട്ടിഫിക്കറ്റ് വിതരണം നാട്ടിക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ സെന്തിൽകുമാർ, അജിത് നമ്പി, ധ്രുവ മ്യൂസിക് ഭാരവാഹികളായ പീതാംബരൻ താരമ്പത്ത്, ജിത്ത് തൃത്തല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. 19 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി. മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ അഗ്നിബാധ. ടെക്സ്1 കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. ലക്ഷങ്ങളുടെ നഷ്ടം. വാൽപ്പാറ മുഡീസിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം 2 കടകൾ തകർത്തു. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കൊമ്പൻ കപാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ചാലക്കുടി നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ദേശീയപാതയിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിൽപ്പെട്ടു. മാളയിൽ എയർടെൽ ഫൈബറിന് വേണ്ടിയെടുത്ത കാനയിൽ വീണ ഹോട്ടൽ ജീവനക്കാരന് പരിക്ക്. നട്ടെല്ലിന് പരിക്കേറ്റ ഹോട്ടൽ ജീവനക്കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പുറമാവുന്നു. നമസ്കാരം.